ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമേ തന്നെ ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. എന്തുകൊണ്ടാ ഇങ്ങനെ പറഞ്ഞതല്ലേ, ഞാൻ ഒരുപാട് കേട്ടറിവാണ് കേട്ടോ. യഥാർത്ഥത്തിലുള്ള സംഭവമാണോ എന്നുള്ളത് ഇപ്പോഴും എനിക്കറിയില്ല. കേട്ടറിവ് എന്ന് എടുത്തു വെച്ച് പറയാൻ കാരണം അതുകൊണ്ടാണ്. എന്താ വെച്ചാല്, ഗുരുവായൂർ നമ്മൾ എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ ഗുരുവായൂരപ്പന്റെ വിളി വരണമെന്ന് കേട്ടിട്ടുണ്ട്. ഓ എന്റെ മീൻകാരാ, അത് മീൻകാരനെ കുക്കി വിളിച്ചു പോകും ജീവിക്കട്ടെ. അപ്പൊ ഗുരുവായൂർ നമ്മൾ എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ ഗുരുവായൂരപ്പന്റെ വിളി വരണമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം ചുമ്മാ തന്നെ ചോദിച്ചു നോക്കി, അതിനായിരുന്നു ഗുരുവായൂർ പോവാ. അപ്പൊ വന്ന് സോറിടാ, എനിക്ക് കൂടൂല, എനിക്ക് ഇങ്ങനെ ഓട്ടം പോകാനുണ്ടെന്ന് പോയില്ലേ. എല്ലാം പോയി. എനിക്ക് കാണുന്ന ആഗ്രഹം തോന്നിയാല് ആ ആഗ്രഹം അവിടെ നിറവേറ്റാൻ പറ്റുന്നില്ലല്ലോ. എനിക്ക് ഭയങ്കര വിഷമായിപ്പോയി. അവൾക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവനെ വെറുതെ ഒന്ന് വിളിച്ചു നോക്കിയാടാ, എന്താടാ പരിപാടി? ഞാൻ ഫ്രീ ആ മച്ചാനേന്ന് പറഞ്ഞു. എന്നാ പോരിയടാ, നമ്മളൊന്ന് അങ്ങ് പോവുക, ഗുരുവായൂർ തെട്ടോളം പോയിട്ട് വരികയെന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ, അവനും റെഡിയാണ്, ഞാനും റെഡിയാണ്. അപ്പൊ പിന്നെ വിചാരിച്ചു ഗുരുവായൂരപ്പനെ ഒന്ന് കണ്ടിട്ട് വരാന്ന്. അങ്ങനെ ഒരു പ്രതീക്ഷിക്കാത്തൊരു പോക്ക്, ഒട്ടും വിചാരിക്കാതെ, ഒട്ടും വിചാരിക്കാതെ. ഇപ്പൊ സമയം തന്നെ ഇപ്പൊ തന്നെ 10:30 ആയിട്ടുണ്ട് കേട്ടോ. കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പോവുകയാണെങ്കിൽ രാവിലെ പോകുന്നുള്ളത്. അപ്പൊ 10:30 ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇപ്പൊ വെറുതെ ഒന്ന് അവനെ വിളിച്ചു നോക്കിയപ്പോ അവൻ പറഞ്ഞു നമുക്ക് പോവാ. അതിനെന്താണ്, ഞങ്ങൾക്ക് പോയാൽ ഇവിടുന്ന് എത്ര കിലോമീറ്റർ വരുള്ളൂ? 130 കിലോമീറ്റർ. അതാണ് നമുക്ക് ഗുരുവായൂർക്കുള്ളത്. ഒരു 3 മണിക്കൂർ യാത്ര അല്ലേ, 2.5 മണിക്കൂർ യാത്രയുള്ളൂ. ബൈപ്പാസ് ഉള്ളത് കൊണ്ട് 2.5 മണിക്കൂർ ബ്ലോക്കും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. വണ്ടിയില് പെട്രോൾ അടിക്കാനുള്ള പൈസ ഉണ്ടായാൽ മതി, ദുഡും വേണം. ദുഡുണ്ടായാൽ നമുക്ക് ഏത് നിമിഷവും വേണമെങ്കിലും കണ്ണിനെ കണ്ടിട്ട് വരാം എന്നുള്ള ഒരവസ്ഥയാണ്. അപ്പൊ നമുക്കതിനും വലിയ ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ട് ഹരേ കൃഷ്ണ, അത് കണ്ണനോട് തന്നെയാണ് നന്ദി പറയേണ്ടത് നമ്മള്. അപ്പൊ അതിനും ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് അപ്പൊ ഗുരുവായൂരത്തോളം പോയിട്ട് വരാന്ന് കരുതി. അങ്ങനെയാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഗുരുവായൂർ യാത്രയാണ് ഇന്ന്. അപ്പൊ കോസ്റ്റ്യൂം ഒക്കെ പുതിയതാട്ടോ. ഗുരുവായൂർ പോകുമ്പോൾ മാത്രം പുതിയ കോസ്റ്റ്യൂം ഇട്ടിട്ട് പോകും. ഞാൻ എവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ആ ഫംഗ്ഷന് കോസ്റ്റ്യൂം മേടിക്കുന്നതിനെക്കാട്ടിലും അപ്പുറം ഗുരുവായൂർ പോകാനുണ്ടെങ്കിൽ ഗുരുവായൂർ ഫംഗ്ഷനേക്കാട് അല്ലെ ഗുരുവായൂർ പോകാനുള്ളതിനാണ് ഞാൻ കോസ്റ്റ്യൂം മേടിക്കാറുള്ളത്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ മേടിച്ചു വെച്ച കോസ്റ്റ്യൂമാണ്. അപ്പൊ പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ എനിക്ക് ഗുരുവായൂരപ്പനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അതെന്താന്ന് എനിക്കറിയില്ല. ചിലപ്പോ അത് അഹങ്കാരമായിട്ട് നിങ്ങൾക്കൊക്കെ തോന്നുമെങ്കിൽ പോലും, പക്ഷെ എനിക്കതൊരു ആഗ്രഹമായിട്ടാണ് കേട്ടോ. ഗുരുവായൂരപ്പന്റെ മുമ്പിൽ എത്തുമ്പോൾ എപ്പോഴും നമ്മള് മനസ്സും ശരീരവും ഡ്രസ്സും ഒക്കെ ഫ്രഷായിട്ട് വേണം നമ്മൾ എത്താൻ എന്നുള്ള ഒരു ചിന്താഗതി, ആ ഒരു തോട്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കല്. എപ്പോ പോവാണെങ്കിൽ, ഇപ്പൊ നാളെ പോവാണെങ്കിൽ നാളെ പുതിയ ഡ്രസ്സ് ആയിട്ടുള്ളൂ. അപ്പൊ ഇതിന് മാത്രമൊക്കെ ഡ്രസ്സ് നിനക്ക് ഉണ്ടോടെ എന്ന് ചോദിച്ചാൽ, ഞാൻ ഇവിടെ ഡ്രസ്സ് മേടിച്ച് ഇങ്ങനെ സ്റ്റോക്ക് വെക്കാറുണ്ട് കേട്ടോ. എനിക്ക് എപ്പോഴാ ഇതേപോലെ ഗുരുവായൂർ പോകണമെന്ന് തോന്നാന്ന് പറയാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് എന്താക്കുമെന്ന് വെച്ചാല് ഇങ്ങനെ മേടിച്ച് ഇങ്ങനെ സ്റ്റോക്ക് വെക്കും. ഇനിയിപ്പോ ഞാനിതിപ്പോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുള്ളേ. അപ്പോൾ ഇനി എൻ്റെ എനിമികൾ അവിടെ വന്നിട്ട് റെഡിയായി നിന്നോളൂ, ചെറുക്കായിട്ട്, നോട്ട് പ്രോബ്ലം കേട്ടാ. അപ്പം ഇന്ന് ഭയങ്കര റീലും കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കണ്ട, കാരണം എൻ്റെ സ്വന്തം ക്യാമറമാൻ വരുന്നില്ലല്ലോ. അവനെ കുറിച്ച് ഷെയിമുള്ള ആളാണ്. അപ്പോൾ നമുക്ക് റീല് ഒന്നും ഭയങ്കര നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. അപ്പൊ നമ്മുടെ വക്കീലിനെ പേടിച്ചിട്ട് ജസ്റ്റ് എന്ന് ക്യാപ്ഷൻ കൊടുത്തിട്ട് ഇട്ടോളാണ്ടി. ഇല്ല, റീൽ ഉണ്ടാവും, പക്ഷെ ഒരുപാട് ഉണ്ടാവില്ല എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഉണ്ടാവില്ലെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതും ഗുരുവായൂർ റോഡുമെന്ന് ആണ് കേട്ടോ. അത് റോഡുമെന്ന് റീല് ആർക്ക് വേണമെങ്കിലും എടുക്കാം, ഏത് മതസ്ഥനെ വേണമെങ്കിലും എടുക്കാം. ഇന്ന മതസ്ഥനെ എടുക്കാം, ഇന്ന മതസ്ഥനെ എടുക്കാൻ പാടില്ല എന്നൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും റോഡുമെന്ന് എടുക്കാം, അതിനാരും വിലക്കിയിട്ടില്ല. അതുകൊണ്ട് അത് പറഞ്ഞിട്ട്
എന്നിട്ട് പേടിപ്പിക്കാനും നിൽക്കണ്ട. പിന്നെ വീട്ടിൽ വന്നിട്ട് അമ്പലത്തിൽ കയറി എന്ന് പറഞ്ഞിട്ട് വെട്ടും കുത്തും പിച്ചും മാന്തും. മാന്താൻ ഇതുവരെ വന്നിട്ടില്ല. പ്രഖ്യാപനം നടത്തിയിട്ട് ഏകദേശം ഒരാഴ്ചയുടെ അടുത്തായി. എടുക്കണ്ടേ, ഒരാഴ്ചയുടെ അടുത്തായി. പക്ഷെ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല്, പടയാളികളെ വിടാതെ നേതാവ് വരണം. അതാണ് ഒരു പൗരുഷം എന്ന് പറയുന്നത്. പടയാളികളെ വിടാതെ നേതാവ് വരിക, അതിലാണ് പൗരുഷം എന്ന് പറയാ. അപ്പൊ അതിനാണ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നേതാവിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വീട് പറഞ്ഞിട്ട് പോരണേ എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. നിങ്ങൾ തന്നെ പറ, ഒരു തെറ്റുമില്ല. കാരണം വീട്ടിൽ പറഞ്ഞിട്ട് പോരണം. കാരണം ഇന്ന സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്, എൻ്റെ ബോഡി അവിടെ ഉണ്ടാവും, അല്ലെ ഞാൻ കാലും കൈയും പൊട്ടിയിട്ട് അവിടെ കിടക്കുന്നുണ്ടാവും, ഒന്ന് വന്നിട്ട് എടുത്തോണ്ട് പോടേ എന്ന് പറയാന് വീട്ടിൽ വിളിച്ചാൽ ഫോൺ അറ്റൻഡ് ചെയ്യാൻ ഒരാൾ വേണ്ടേ? അതുകൊണ്ട് വേണ്ടിയിട്ടാ. അപ്പൊ ജസ്റ്റിനെ തിരിച്ച് ഭീഷണിപ്പെടുത്തി എന്നൊന്നും പറയണ്ട. നീ കേട്ടാ പേടിയൊന്നും ഇല്ലടോ. ഗുരുവായൂരപ്പനെ കണ്ടുകഴിഞ്ഞ് എന്ത് ശിക്ഷ വേണമെങ്കിലും ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ്. കാരണം ഞാൻ ഇവിടെ വരെ എത്തിയിട്ടുണ്ട് അത് ഗുരുവായൂരപ്പൻ വിചാരിച്ചത് കൊണ്ട് മാത്രമാണ്. പിന്നെ നിങ്ങളെ കൊണ്ടൊക്കെ ആകെ പറ്റുക എന്താന്ന് വെച്ചാൽ കള്ള കേസ് കൊടുക്കുക എന്നുള്ളതാണ്. അത് ഒരു എന്താ പറയാ, ആ ഒരു സ്വഭാവം വെച്ച് ചെയ്യും എന്നുള്ളത് എനിക്ക് അറിയാവുന്നതാണ്. ചെയ്തോളൂ, അത് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ പഠിപ്പിച്ചു തന്ന ഒരു കാര്യം, അത്ര മാത്രമേ ഞാൻ കണക്കാക്കുന്നുള്ളൂ. അല്ലാത്ത വേറെ പക്ഷം ഗുരുവായൂരപ്പൻ കാരണം എൻ്റെ കയ്യോ കാലോ തലയോ പോയാലും ഞാൻ ഹാപ്പിയാണ്. ഇതിനെക്കാട്ടിലെ ഹാപ്പിനെസ് എനിക്ക് വേറെ ഒന്നിനും കിട്ടൂല. അതും നിങ്ങൾക്ക്. അപ്പൊ അങ്ങനെയൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ ഞാൻ ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഈ മീൻകാരൻ എന്നെ കൊണ്ട് ചീത്ത കേൾപ്പിക്കുന്നു. പാവം മീൻകാരനെ ജോലി എടുക്കട്ടെ എന്ന് നിങ്ങളിപ്പോ കമന്റ് ഇടും. ഇവിടുത്തെ മീൻകാരൊക്കെ അങ്ങനെയാ, ഒരു കൂക്കി വിളിയും ഒരു പോക്കുമാണ്. പിന്നെ അവരെ വിളിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ വണ്ടി എടുത്ത് നമ്മുടെ പുറകെ പോകേണ്ട ഒരവസ്ഥയാണ്. അപ്പൊ അങ്ങനെയാണ്. ഏതായാലും ഞാൻ ഗുരുവായൂരേക്ക് പോവുകയാണ്, കണ്ണനെ തൊഴാൻ പോവുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. അവിടെ പോയിട്ട് ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ പൊന്നാര മക്കളെ നെഞ്ചത്തുനിന്നൊരു പിടച്ചില്. നമ്മളെ കുട്ടികളെയൊക്കെ ഒഴിവാക്കിയിട്ട്, ഇപ്പൊ കുട്ടികളെയൊക്കെ എവിടെയെങ്കിലും ഒന്ന് വീട്ടിലൊക്കെ നിർത്തിയിട്ട് നമ്മളെങ്കിലും പോരൂലേ എവിടെയെങ്കിലൊക്കെ പോകാനുള്ള സമയത്ത്. അപ്പൊ പിള്ളേര് നോക്കുമ്പോ ഉണ്ടാവുന്ന ഒരു ഫീൽ ഉണ്ടാവുമല്ലോ, അതേപോലത്തെ ഒരു ഫീലാണ് ഗുരുവായൂരപ്പനെ കണ്ടിറങ്ങുമ്പോ. ഒരു മനസ്സിനൊരു പഠിച്ചില്ല. അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര ആകാംക്ഷയാണ്, ഈ വണ്ടിയാണ് നീങ്ങൂല എന്നുള്ളൊരു തോന്നലാണ്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാലോ പോരാനുള്ളൊരു തോന്നലുണ്ടാവില്ല. പോന്നു കഴിഞ്ഞാലോ ഭയങ്കര വിഷമായിരിക്കും. പോരണ്ടായിരുന്നു, കുറച്ചും കൂടി അവിടെ നിൽക്കായിരുന്നു എന്നുള്ളൊരു ചിന്താഗതി. അത് എന്തുകൊണ്ടാണ് എനിക്ക് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയില്ലേ. എന്ന് തന്നെ ആയാലും ഞാൻ ഗുരുവായൂർ പോകാൻ നോക്കുകയാണെങ്കിൽ ഇപ്പൊ തന്നെ 10-11 മണി ആയിട്ടുണ്ട്. എപ്പോഴും അവിടെ എത്തും എന്നുള്ളതൊന്നും അറിയില്ല. അപ്പൊ എല്ലാരോടും പറഞ്ഞുകൊണ്ട് ബൈ പറഞ്ഞിട്ട്